ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സാം. വേറെ സാം അല്ല, സാമി അഫിക്സ്. ഇപ്പം ഇന്ന് കണ്ണാടിയൊന്നുമില്ല ഗായ്സ്. ഇന്ന് വേറൊരു ലൊക്കേഷനാണ്. എൻ്റെ സൗണ്ട് കൂടാതെ ഇന്ന് വണ്ടിയുടെ സൗണ്ട്, ആളുകൾ നടന്നു പോകുന്നത് കാണാം, ഹോണ് കേൾക്കാം, വൈഡ് വെറൈറ്റി ഓഫ് സൗണ്ട്സ് കേൾക്കാം. ദയവായി അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഷോർട്ട് ഫിലിം റിവ്യൂ ആണ് ഗൈസ്. വേറൊരു ഷോർട്ട് ഫിലിം അല്ല, ഹൗസ് നമ്പർ 619 ദ ഇവൻറ്റ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് ഗൈസ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോണത്. അപ്പം ഗൈസ്, നമുക്ക് ഈ ഷോർട്ട് ഫിലിം ഞാൻ 2 ദിവസം മുമ്പേ കണ്ടായിരുന്നു ഗൈസ്. റിവ്യൂവിൻ്റെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് വീഡിയോ ലേറ്റായി. ഞാൻ കണ്ടിട്ടിപ്പം നമ്മളെ കൂലി ഇറങ്ങിയതിൻ്റെ അന്ന് ക്ലാഷ് റിലീസായിരുന്നു. അപ്പം അന്ന് കണ്ടായിരുന്നു ഞാൻ. ഈ ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ട് ഇപ്പോൾ 2 ദിവസമായി. ഇതിലെന്താണ് ഇത്ര പ്രത്യേകത? ഒരു ഷോർട്ട് ഫിലിം എന്താണ് റിവ്യൂ ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഷോർട്ട് ഫിലിം കൊള്ളാം ഗൈസ്. സംഭവം ഇത് ഈ കഥ ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കഥ ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ കഥ ചിലപ്പം കണ്ടു കാണും നിങ്ങൾ. പക്ഷേ ഇത് സംതിങ് ഇൻട്രസ്റ്റിംഗ്. നമ്മളെ ഒരു കഥയുടെ ഒരു ഉള്ളടക്കം ഞാൻ പറഞ്ഞു തരാം. ഒരു ടൈം ലൂപ്പാണ് സംഭവം. ആ ടൈം ലൂപ്പിൽ പെടുന്ന 3 പേര്, അത് നമ്മളെ നാടൻ പശ്ചാത്തലവുമായി മെർജ് ചെയ്തിട്ടുണ്ട്. നമ്മളെ നാടൻ പശ്ചാത്തലം എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ഈ മുത്തശ്ശി കഥ എക്സെട്ര, മറ്റേ നമ്മുടെ പ്രേതകഥയൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് മെർജ് ചെയ്ത് കൊളാബ് ചെയ്ത് ഒരു അൺപ്രഡിക്റ്റബിൾ ഐറ്റം ഇവർ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ വന്നിട്ട് സിബിൻ ടി തോമസ് ആണ് ഇതിൻ്റെ ഡയറക്ടർ. റൈറ്റർ വന്നിട്ട് ജോയൽ ജോസ്. റൈറ്റിംഗ് സൂപ്പറായിട്ടുണ്ട് ഗൈസ്. റൈറ്റിങ്ങും ഡയറക്ഷൻ, ക്യാമറ ഞാൻ പറയാം, ക്യാമറ, എഡിറ്റിങ്, സൗണ്ട് മിക്സിങ്ങും ഓക്കെ. ബട്ട് സൗണ്ട് മിക്സിങ് ഓക്കെയാണ്, പക്ഷേ അത് നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് സൈഡിൽ പറയും. ഞാൻ ഇപ്പോൾ പോസിറ്റീവ് പറയാം. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ഈ ഷോർട്ട് ഫിലിം, എനിക്ക് പണ്ട് തൊട്ടേ ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്ത് കുളവാക്കണമെന്നൊരാഗ്രഹമുണ്ട് ഗൈസ്. നോക്കട്ടെ, എല്ലാം സെറ്റ് ആവുകയാണെങ്കിൽ നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാം. എൻ്റെ പണ്ട് തൊട്ടുള്ള ആഗ്രഹമാണ്. അപ്പം അതല്ല ഇവിടുത്തെ കാര്യം. അപ്പം ഷോർട്ട് ഫിലിം ഞാനിപ്പോൾ കണ്ടപ്പോഴത്തേന് എനിക്ക് സൂപ്പറായിട്ട് തോന്നി ഗൈസ്. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ വന്ന് റിവ്യൂ ചെയ്യാൻ കാരണം. അല്ലെങ്കിൽ ഇപ്പോൾ സിനിമയുടെ ഇടയ്ക്ക് നമ്മളൊരു ഷോർട്ട് ഫിലിം റിവ്യൂ ചെയ്യേണ്ട കാര്യമില്ലല്ലോ നമ്മൾ. പക്ഷേ എനിക്ക് ആ ഷോർട്ട് ഫിലിം എനിക്ക് കണ്ടപ്പോൾ നല്ല ഒരു ഫ്രഷ്നെസ് എന്ന് പറയുക, കഥയുടെ ഫ്രഷ്നെസ് അല്ല സംഭവം. അതിൽ അഭിനയിച്ചേക്കുന്നവരെല്ലാം പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവരിത് പകലാണ് ചെയ്തേക്കുന്നത്. നമ്മളെ നാച്ചുറൽ ലൈറ്റിലാണ് ചെയ്തേക്കുന്നത്. ഇതിൽ എഡിറ്റിങ്ങിൽ കുറച്ച് നമ്മൾ നൈറ്റ് ആക്കാൻ ഒരു ശ്രമിച്ചിട്ടുണ്ട് പരിപാടി. നൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഈ എക്സ്പോഷർ അഡ്ജസ്റ്റ് ആവാത്തതുകൊണ്ട് ഇപ്പം എൻ്റെ വീഡിയോയിലാണ്ട ബേക്കിലാണ്ട വരുന്നുണ്ടല്ലേ, ആ ഐറ്റം ഈ വീഡിയോയിലുണ്ട്. കാരണം ഒരു പകൽ സെറ്റ് ചെയ്തെങ്കിലും പകലിൽ നൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ഈ പകലിൻ്റെ ഒരു എക്സ്പോഷർ കയറി വരുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇതുപോലെ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ അതിപ്പോൾ നമ്മൾ എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ല. നമ്മളത് ഇൻഡെപ്ത് ആയിട്ട് ഫ്രെയിം ബൈ ഫ്രെയിം നോക്കുന്നവർക്ക് അത് മനസ്സിലാവാൻ പറ്റും. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പം നെഗറ്റീവ് പറയുന്നതല്ല, അത് അവർക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ അവർ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പം സൗണ്ട് മിക്സിങ് നമ്മൾ ജസ്റ്റ് നമ്മൾ ഫോണിൽ കേൾക്കുവാണെങ്കിൽ നമുക്ക് അത്ര സെപ്പറേറ്റ് ആയിട്ട് കേൾക്കത്തില്ല. അപ്പം നല്ലൊരു ഹെഡ്ഫോൺ വെച്ച് കേൾക്കുക. പക്ഷെ നല്ല ഹെഡ്ഫോൺ വെച്ച് കേട്ടാലും അതിൽ ഒരാളുണ്ട്, പുള്ളിയുടെ പേര് എനിക്കറിയത്തില്ല, ഞാൻ ഇതിൽ നോട്ടീസ് ചെയ്തിട്ടില്ല. ആ പുള്ളി ഒരു ഒരു ജീൻസ് ഷർട്ട് പോലെ ഇട്ട പുള്ളിയാണ് ഇതിലെ ഹീറോ എന്ന് തോന്നുന്നു. പുള്ളി ഇതിനകത്ത് സംഭവം പുള്ളിയുടെ സൗണ്ടും ഇതെല്ലാം കൂടെ കൊളാബായിട്ട് ഒരുമാതിരി ഇടയ്ക്കിടയ്ക്ക് ഒരു ഡിസ്ട്രോഷൻ പോലെ തോന്നുന്നുണ്ട്. അത് മിക്സിങ്ങിൽ വന്നതാണോ ഒരു ഡബ് ചെയ്തതിൽ വന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. എഡിറ്റിംഗ് വാസ് പക്ക ഗൈസ്. എഡിറ്റിങ്ങിലാണ് അവരിത് മാക്സിമം പിടിച്ചിട്ടുള്ളത്. എഡിറ്റിംഗ് ടേബിളിൽ ഇത് മാക്സിമം ചെയ്തിട്ടുണ്ട്. കളർ ഗ്രേഡിങ്ങിലും മാക്സിമം പിടിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടില്ലേ, ഈ വീഡിയോയിൽ ഇപ്പം കാണുന്ന ഈ ഒരു ഗ്ലെയർ കണ്ടില്ലേ ബേക്കിൽ,
ആ ഗ്ലെയർ ഇങ്ങനെ ഞാൻ തിരിയുമ്പോഴത്തേന് ജസ്റ്റ് അത് കണ്ട മാറുന്നുണ്ട്. ആ ഒരു സംഭവം അതിനകത്ത് നൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ നൈറ്റിൽ ഒരു പകല് മിക്സ് ആവുന്നുണ്ട്. അതുപോലെ ഫ്രെയിമിൽ ഫുള്ളായിട്ട് ഇത് വരുന്നില്ല. നൈറ്റ് ചില സീൻസ് നൈറ്റ് അല്ല, ചില സീൻസ് പകലായിട്ട് തോന്നും, ചില സീൻസ് നൈറ്റാണ്. നൈറ്റിൽ ഒരു വീട്ടിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്തേക്കുന്ന പക്കാ സാധനം. അത് അതിൽ അഭിനയിച്ചേക്കുന്ന വില്ലന് സൂപ്പറായിട്ടുണ്ട്. പുള്ളി നേരത്തെ ഞാൻ ഷോർട്ട് ഫിലിംസിലൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഷോർട്ട് ഫിലിംസ് ഒരുപാട് കാണുന്ന ഒരാളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിനകത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല പുള്ളീനെ, പക്ഷെ പുള്ളി കിടിലോട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ BGM എടുത്തു പറയേണ്ട കാര്യമാണ്. കാര്യം സൂപ്പറായിട്ടുണ്ട്. BGM, എഡിറ്റിങ്, മിക്സിങ് എല്ലാം പക്കയാണ് ഗൈസ്. കുറച്ച് നെഗറ്റീവ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ട് ഈ ഷോർട്ട് ഫിലിം കൊള്ളൂലെന്നല്ല ഞാൻ പറയുന്നത്. ഷോർട്ട് ഫിലിം വാസ് പക്ക, പക്ഷേ അവരുടെ ബഡ്ജറ്റിൻ്റെ ഒരു ഇതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇവരിത് ഫോണിലാണോ ഷൂട്ട് ചെയ്തേക്കുന്നത്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഫോണിൽ ഷൂട്ട് ചെയ്തപ്പോൾ എക്സ്പോഷർ അഡ്ജസ്റ്റ് ആവാതെ ഓട്ടോ ഇതുപോലെ എൻ്റെ പോലെ വരുന്നതാണ്. ഞാനിത് ഫോണിലാണ് ഷൂട്ട് ചെയ്തത്, അപ്പം എനിക്ക് അങ്ങനെ തോന്നി. അതുകൊണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഈ ഷോർട്ട് ഫിലിം കാണുക. ഹൗസ് നമ്പർ 619 ദ ഇവൻറ്റ്, അങ്ങനെയാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. ഞാൻ ലിങ്ക് എന്തായാലും എൻ്റെ ചാനലിൻ്റെ അടിയിൽ കൊടുക്കാം. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് പോയിട്ട് കാണുക. എന്നെ പോലെ ഷോർട്ട് ഫിലിമോ ഡയറക്ഷനോ സിനിമ ഫീൽഡിലോട്ടോ വരാൻ പറ്റാതെ ഒരു ഷോർട്ട് ഫിലിമെങ്കിലും എടുക്കണമെന്നുള്ളവർക്ക് സൂപ്പർ ഒരു തീം വിത്ത് സൂപ്പർ ഒരു കഥാ പശ്ചാത്തലമാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എനിക്ക് കഥയാണ് ഇഷ്ടപ്പെട്ട. കഥ സൂപ്പറായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. കഥ ഫ്രഷ് ആണോന്ന് വെച്ചാൽ ഫ്രഷ് അല്ല. നമ്മളിത് പലയിടത്തും കണ്ടിട്ടുള്ള ഒരു മികച്ച സിനിമയിൽ കണ്ടിട്ടുള്ള കഥയാണ്. പക്ഷെ അത് നമ്മുടെ ഒരു തിയറി മിത്തുമായിട്ട് മിക്സ് ചെയ്തേക്കുന്നതാണ് രസം. നമ്മൾ കൽക്കി കണ്ടിട്ടില്ലേ? കൽക്കി സയൻസും ഇതുമായിട്ട് മിക്സ് ചെയ്തേക്കുന്നതല്ലേ? അതേ എനിക്ക് ഇത് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. സയൻസ് നമ്മളെ മിത്തുമായിട്ട് മിക്സ് ചെയ്തേക്കുന്ന ഒരു സെറ്റപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറയാനായിട്ട് ഈ ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ റിവ്യൂ പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചത്. അപ്പം നിങ്ങൾ ദയവായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക, കണ്ടിട്ട് റിവ്യൂ പറയുക. അവരുടെ കമൻറ്റ് ബോക്സിലോ ഇല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലോ റിവ്യൂ പറയുക. അതുപോലെ ഗൈസ് എനിക്ക് ഒരു സജഷനും കൂടെ ഉണ്ട്. ഇതിൽ ചില സീൻസ് സൂപ്പറാണ്. ഇതിൽ ഡോളി ഷോട്ട്സ് ആഡ് ചെയ്തിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പം വില്ലനെ കാണുമ്പോൾ വില്ലൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഹീറോ ജസ്റ്റ് ഒരു ക്ലോസപ്പ് പോലെ കൊടുത്തിട്ടുള്ളൂ. അത് ജസ്റ്റ് ഡോളി ഷോട്ട് ആയിരുന്നെങ്കിൽ സൂപ്പറായിരുന്നേനെ. കുറച്ച് ഡോളി ഷോട്ട് എന്ന് പറയാൻ മനസ്സിലാവുമല്ലോ അല്ലേ? ക്യാമറ മറ്റേ ഇങ്ങനെ ഒരാളെ സ്ട്രെയിറ്റ് ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ ബേക്കിലോട്ട് പോണ സംഭവം, ക്യാമറ സൂം ഔട്ട് ചെയ്തിട്ട്. അതായിരുന്നു കുറച്ചുകൂടെ ഒരു ഇൻഡെപ്ത് നമുക്ക് എന്ന് വെച്ചാൽ തോന്നിയേനെ. നമ്മളെ ലിയോയിലെ ഷോട്ട് ഉണ്ടല്ലോ, ലിയോയിൽ നമ്മൾ ബേക്കറി അകത്ത് വെച്ച് ഫൈറ്റിൽ ഷോട്ടിൽ കൊച്ചിനെ കൊല്ലാൻ പോകുമ്പോഴത്തേന് വിജയനെ ഇങ്ങനെ ഡോളി ഷോട്ടിലാണ് കാണിക്കുന്നത്, സൂം ചെയ്ത്. ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ സൂമായി പോകും എന്ന് വെച്ചാൽ സബ്ജക്റ്റ് ഫ്രെയിമിൽ സെറ്റായിട്ട് ഇരിക്കും. ആ ഷോട്ട് ചില സ്ഥലത്ത് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എൻ്റെ ഒരു സജഷനാണ്. അതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇൻഡെപ്ത് നമുക്ക് ആ ഒരു വില്ലൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഹീറോയ്ക്ക് കുറച്ചുകൂടെ ഒരു ഇൻഡെപ്ത് നമുക്ക് തോന്നിയിങ്ങനെ. കഥ വാസ് ബെറ്റർ, അല്ല കഥ ഈസ് ബെസ്റ്റ് ആൻഡ് ഡയറക്ഷൻ ഈസ് ബെസ്റ്റ്. എല്ലാ ടെക്നിക്കൽ സൈഡും ബെസ്റ്റാണ്. ഇങ്ങനെ കുറച്ച് ആ ഒരു നൈറ്റിൻ്റെ കുറച്ച് എക്സ്പോഷർ അഡ്ജസ്റ്റ് ആവുന്ന ഒരു ഇഷ്യൂ ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ആ സൗണ്ടിൻ്റെ ഒരു വേരിയബിൾ ഒരു പതർച്ച പോലെ, നമുക്ക് ഒരു ഡിസ്ട്രോഷൻ പോലെ. ഇപ്പം എൻ്റെ മൈക്കില്ലാതെ ഞാൻ ഓൺ വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന് ഫോണിൽ, എൻ്റെ ഒരു സൗണ്ടിൻ്റെ ക്വാളിറ്റി കണ്ടില്ലേ, ആ ഒരു ക്വാളിറ്റി പോലെ ഒരു ഡിസ്ട്രോഷൻ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം അത് ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ആയിരുന്നെങ്കിൽ പക്കയാണ്. ഇത് ഒരു പ്യുവർലി ക്വാളിറ്റി ഉള്ള ഷോർട്ട് ഫിലിമാണ്. ഈ ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പം കൊള്ളില്ല എന്നല്ല പറഞ്ഞ് സൂപ്പറാണ്. ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ അടുത്ത ടൈമിൽ എന്താണ് പറയുന്നത്, എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അടുത്ത ടൈമിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഷോർട്സ് നിങ്ങൾ ആദ്യം വരെ സംഭവം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്നാൽ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഇന്ന സാധനമൊക്കെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി സെറ്റായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ കാര്യം.
നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ദേ പോയി വന്നു. സൈനിങ് ഔട്ട്, സാമി എഫക്ട്സ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു 1K എങ്കിലും ആവണം ഗൈസ്. യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ എങ്കിലും കഴിയണം. മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. വീഡിയോ എല്ലാവരും കണ്ട് മസ്റ്റ് ലൈക്ക് ചെയ്യുക, എന്നാലേ നമ്മളെ വീഡിയോ എല്ലായിടത്തോട്ടും എത്തൂ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.